ഹലോ മക്കളെ, അപ്പോൾ എല്ലാവർക്കും മെച്ചുപോട്ടിന്റെ പുതിയ ഒരു കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും എന്താണ് ക്രിസ്മസ് പരീക്ഷയുടെ ഓട്ടത്തിലായിരുന്ന അറിയാം. അപ്പോൾ നിങ്ങളുടെ പ്രവർത്തനത്തിന് തക്കതായിട്ടുള്ള ഫലം ഉണ്ടാവട്ടെ എന്ന് ആദ്യമേ ആശംസിക്കുകയാണ്. ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസുകളാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അത് വെറുതെ പരിചയപ്പെടുത്തിയല്ല, അതെങ്ങനെ വരുന്നു എന്ന് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വർക്കൗട്ട് കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോസിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻസ്. The last subshell of an element is 3p. It has 3 electrons. Write the complete electronic configuration of the element. Identify period and group of the elements. ഒരു മൂലകത്തിന്റെ അവസാന സബ്ഷെൽ 3p ആണ്. ഇതിൽ 3 ഇലക്ട്രോൺസുകൾ ഉണ്ട്. ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പീരീഡും ഗ്രൂപ്പും തിരിച്ചറിഞ്ഞ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. മക്കളെ, പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഒരു പക്ഷേ ഇത് 2 മാർക്കിന് നിങ്ങളോട് ചോദിക്കാം, 3 മാർക്കിന് ചോദിക്കാം, 4 മാർക്കിന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഏത് കാറ്റഗറിയിൽ കാണാൻ പറ്റുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഈ തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം, കൃത്യമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വെക്കണം. ഓക്കെ, നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ എന്താണ് മക്കളെ ചോദിച്ചിരിക്കുന്നത്? ദ ലാസ്റ്റ് സബ്ഷെൽ ഓഫ് ആൻ എലമെന്റ് ഈസ് 3p. ലാസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് 3p. ഏറ്റവും അവസാന സബ്ഷെൽ 3p തന്നിട്ടുണ്ട്. അതിൽ 3 ഇലക്ട്രോൺസ് ഉണ്ട്. അതിൽ 3 ഇലക്ട്രോൺസ് ഉണ്ട് പറയുമ്പോൾ അവിടെ ഇങ്ങോട്ട് ചെയ്താ 3p3. അപ്പൊ ലാസ്റ്റത്തെ സബ്ഷെൽ കിട്ടിയല്ലോ, 3p3 നമുക്ക് കിട്ടി. അപ്പൊ ലാസ്റ്റ് സബ്ഷെൽ എന്ന് പറയുന്നത് 3p ആണ്. അതിൽ 3 ഇലക്ട്രോൺസ് ഉണ്ട് പറഞ്ഞാൽ 3p3 ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള സബ്ഷെൽ എങ്ങനെ എഴുതാം? കംപ്ലീറ്റ് സബ്ഷെൽ എങ്ങനെ എഴുതാം മക്കളെ? അവിടെ 1s2 2s2 2p6 3s2 ആൻഡ് 3p3. ഓക്കെ ആണല്ലോ മക്കളെ? ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എ എന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നമ്മൾ എഴുതിയിരിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഐഡന്റിഫൈ പീരീഡ് ആൻഡ് ഗ്രൂപ്പ് ഓഫ് ദി എലമെന്റ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നമ്മൾ പഠിച്ചിട്ടുണ്ട് എസ് ബ്ലോക്കിന്റെ പീരീഡും ബ്ലോക്കും ഗ്രൂപ്പും കണ്ടെത്താൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പി ബ്ലോക്കിനും പഠിച്ചിട്ടുണ്ട്, ഡി ബ്ലോക്കിനും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് സബ്ഷെല്ലും എടുക്കുക. ഈ ലാസ്റ്റ് സബ്ഷെൽ എന്ന് പറയുമ്പോൾ 3p3 ആണ് അല്ലേ? അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന പീരീഡ് ഏത് എന്നാണ്. പീരീഡ് എന്ന് പറയുന്നത് ഈ നമ്പർ ആയിരിക്കും പീരീഡ്. സോ പീരീഡ് ഈസ് 3 അല്ലെ? ഏതാണ് മക്കളെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്? ഗ്രൂപ്പ് തെറ്റിപ്പോകരുത്. ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ 3നോട് കൂടി 12 ചേർക്കുക. അപ്പൊ എത്ര കിട്ടും? ഗ്രൂപ്പ് എന്ന് പറയുന്നത് 15 ആണ്. അതെന്ത് വർത്താനാ സാറേ? ഗ്രൂപ്പിനോട് മാത്രം 12 ചേർക്കാൻ എന്താണ് ഇത്ര കാര്യം? അതായത് പി ബ്ലോക്ക് വരികയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ 3 എന്ന് പറയുന്നത് പീരീഡ് ആണ്, ഇത് എന്ന് പറയുന്നത് ബ്ലോക്ക് ആണ്, മുകളിലുള്ളത് ഗ്രൂപ്പാണ്. അപ്പൊ ബ്ലോക്ക് പി ആണ് വരുന്നതെങ്കിൽ ഗ്രൂപ്പിനോട് കൂടി എത്ര ചേർക്കണം? 12 ചേർക്കണം. എടാ, ബ്ലോക്ക് പി വരുമ്പോൾ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ? 12 ചേർക്കാവുള്ളൂ. ചിലപ്പോൾ സ്കൂളിൽ പഠിച്ചു കാണുക എന്തായിരിക്കും? 10 ചേർക്കാൻ പറയും. അത് എപ്പോഴാണ് കുഞ്ഞുങ്ങളെ? എപ്പോഴാണ്? അവസാനത്തെ 2 സബ്ഷെല്ലിനോട് നിങ്ങൾ 10 ചേർക്കുക. അതായത് ഇവിടെ നമ്മൾ അവസാനത്തെ ഒരാളെ വെച്ചാൽ 12 കൂട്ടുക. 2 ആളെയാണ് പരിഗണിക്കുന്നതെങ്കിൽ, അതായത് 3s2 3p3 ആണ് പരിഗണിക്കുന്നതെങ്കിൽ ഇതിന്റെ മുകളിലുള്ള ഇലക്ട്രോൺസ് എത്രയാ? ഇവിടെ 2, ഇവിടെ 3. അന്ത സമയത്ത് 10 കൂട്ടുക. ഓക്കെ, ഒരാളെയാണ് പരിഗണിക്കുന്നതെങ്കിൽ 12 കൂട്ടുക. ഓക്കെ, അപ്പൊ സ്കൂളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. ചിലപ്പോൾ 10 കൂട്ടാനായിരിക്കും. 10 കൂട്ടുമ്പോൾ ശ്രദ്ധിക്കുക, അവസാനത്തെ 2 സബ്ഷെൽ എടുക്കണം. അതിനോട് മാത്രമേ 10 ചേർക്കാവൂ. ഓക്കെ, ഇനി അവസാനത്തെ ഒരാളെയാണ് ചേർക്കുന്നതെങ്കിൽ നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ 12 ചേർക്കുക. ഇഷ്ടമുള്ള ഒരു രീതി നിങ്ങൾ പഠിക്കുക. ക്ലിയർ ആണല്ലോ മക്കളെ? ക്ലിയർ ആണല്ലോ? അപ്പൊ കൃത്യമായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 2, 3, 4 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? റെഡി ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ പോകുന്നു. ദ റിലേഷൻ ബിറ്റ്വീൻ ദ വോളിയം ആൻഡ് ടെമ്പറേച്ചർ ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് എ ഗ്യാസ് ആൻഡ് ഇറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈസ് ഷോൺ ഇൻ ദ ടേബിൾ. ഫൈൻഡ് പി ആൻഡ് ക്യൂ. പിയും ക്യൂവും കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. ആ മലയാളം ഇവിടെ കൊടുത്തിട്ടുണ്ട്. Then, which gas loss is associated with the given relation? മക്കൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വിയും ടിയും വന്നാൽ നമുക്ക് ഒരൊറ്റ ചാൻസ് ഉള്ളൂ. ദാറ്റ് ഈസ് ചാൾസ് ലോ അല്ലെ? വിയും ടിയും വന്നാൽ ചാൾസ് ലോ ആണ് അല്ലെ? വിയും ടിയും വന്നാൽ ചാൾസ് ലോ. ഇങ്ങനെ ഓർക്കുക, കേബിൾ ടി വി ചാൾസ് വന്നാൽ ടിയും വിയും വരും. അതേപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് വിയും പിയും വരികയാണെങ്കിൽ അതെന്താണ്? ബോയിൽസ് ലോ ആണ്. കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ വിയും ടിയും വന്നത് കൊണ്ട് ചാൾസ് ലോ ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് v/t എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്, അഥവാ സ്ഥിരസംഖ്യയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പിന്റെയും ക്യൂവിന്റെയും വാല്യൂ ആണ് അല്ലെ? എടാ മക്കളെ, v/t നോക്കൂ, 600നെ 300 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 കിട്ടും. അങ്ങനെയാണെങ്കിൽ v/t മൊത്തം ഒരു നമ്പർ ആയിരിക്കും. ഇവിടെയും 2, ഇവിടെയും 2. കാരണം v/t എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. v/t എന്ന് പറയുന്നത് ഒരു സ്ഥിരസംഖ്യയാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? ഈ കള്ളി മൊത്തം ഒരേ നമ്പർ ആയിരിക്കും. ഈ നമ്പർ എങ്ങനെ കിട്ടി? ഈ 600നെ 300 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 2 കിട്ടി. ഇവിടെ 2 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും പഠിക്കാനില്ല. ഈ കള്ളി മൊത്തം 2 ആയിരിക്കും.
ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ ഒരു കള്ളി മൊത്തം 2 വരിക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് VT ഈക്വൽ കോൺസ്റ്റന്റ്. എല്ലാം കോൺസ്റ്റന്റ് നമ്പർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. 800നെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 2 കിട്ടി. അങ്ങനെയാണെങ്കിൽ P ഈസ് ഈക്വൽ ടു 400 ആയിരിക്കും. ആൻഡ് ഏതോ ഒരു സംഖ്യയെ 500 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 2 കിട്ടി. അങ്ങനെയാണെങ്കിൽ Q ഈസ് ഈക്വൽ ടു 1000. ക്ലിയർ ആണല്ലോ മക്കളെ? റെഡി ആണല്ലോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള വെറും എന്താണ് ബേസിക് ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനോട് കൂടി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റൻ ആണ് ഇത്. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുക അവോഗാഡ്രോസ് ലോ ചോദിക്കാം, അല്ലെങ്കിൽ ബോയിൽസ് ലോ ചോദിക്കാം, അല്ലെങ്കിൽ ചാൾസ് ലോ ചോദിക്കാം. ഏതെങ്കിലും ഒന്ന് ഉറപ്പാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് 3 മാർക്ക് വരെ നമുക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. സോ പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ പോകുന്നു. ദാറ്റ് ഈസ് 90 gram of water is present in a bottle. Find the GMM of the water. Find the number of moles present in the sample and calculate the number of molecules and atom present in the sample. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഈ ടൈപ്പിലൊക്കെ നിങ്ങൾ പഠിച്ചേക്കുക. ആദ്യം നോക്കാം നമുക്ക്. ഫൈൻഡ് ദ GMM. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ. ഇപ്പൊ H2 ന്റെ GMM കാണാൻ പറഞ്ഞാൽ എങ്ങനെയാണ് മക്കളെ കാണാം? ഹൈഡ്രജന്റെ ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട് 1. സോ 1 into 2 പ്ലസ് ഓൻ്റെത് 16. സോ 16 into 1 ദാറ്റ് ഈസ് എത്ര വരും? 2 + 16 ദാറ്റ് ഈസ് 18 ആണ് വരിക. സോ GMM ഈസ് ഈക്വൽ ടു 18 gram. റെഡി അല്ലേ മക്കളെ? GMM ഈസ് ഈക്വൽ ടു 18 gram എന്ന് കിട്ടും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം അല്ലേ? ഇനി ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾ പ്രസന്റ് ഇൻ ദ സാമ്പിൾ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ചെയ്യാം. 90 ഗ്രാമിനെ ഈ മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ 90 ഡിവൈഡഡ് ബൈ 18 അല്ലെ? എത്ര കിട്ടി മക്കളെ? 5 കിട്ടി. യെസ്, ദാറ്റ് ഈസ് 5 mole എന്നായിരിക്കും ഇതിന്റെ ഉത്തരം വരിക. സെറ്റ് ആണല്ലോ മക്കളെ? റെഡി ആണല്ലോ? അപ്പൊ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആൻഡ് ആറ്റം. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾക്ക് തന്നിരിക്കുന്ന ജലം എന്ന് പറയുന്നത് എന്താണ്? ഒരു മോളിക്യൂൾസ് ആണ്. ജലം എന്ന് പറയുന്നത് ഒരു തന്മാത്രയാണ് അല്ലെ? അപ്പൊ എന്ത് ചെയ്യുക? തന്മാത്രയുടെ എണ്ണം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മോൾ എത്രയാ? 5. ആ 5നെ 6.022 into 10⁻23 കൊണ്ട് അങ്ങോട്ട് ഗുണിച്ചാൽ മതി. സെറ്റാണല്ലോ മക്കളെ? സെറ്റാണല്ലോ? അപ്പോ 5 into 6.022 into 10⁻23 എന്ന് അങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ എന്തായി? മോളിക്യൂൾസിന്റെ എണ്ണായി, തന്മാത്രയുടെ എണ്ണായി. പക്ഷേ നമ്മളോട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ആറ്റം ചോദിച്ചിട്ടുണ്ട്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യുക? ഈ മോളിക്യൂൾ അതേപോലെ താഴോട്ട് ചെയ്താൽ 5 into 6.022 into 10⁻23 into 3. അതെന്ത് വർത്താനം സാറേ? അത് എടുത്ത 3 വന്ന് എടാ മക്കളെ, നമുക്ക് H2 ആണ് തന്നിരിക്കുന്നത് അല്ലെ? H2O എത്ര ആറ്റങ്ങളുണ്ട്? 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും ദാറ്റ് ഈസ് 3. ഇതിനെയാണ് നമ്മൾ ഈ 3 ഇതിനെയാണ് നമ്മൾ അറ്റോമിസിറ്റി എന്ന് പറയാ. എന്ത് സിറ്റി? അറ്റോമികത എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് ആറ്റങ്ങളെ കാണണമെങ്കിൽ തന്മാത്രകളുടെ എണ്ണത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അറ്റോമികത കൊണ്ട് ഗുണിക്കുന്നു. അറ്റോമികത എന്ന് മനസ്സിലായല്ലോ? എത്ര ആറ്റങ്ങളുണ്ട് അല്ലെ? ഇപ്പൊ നമുക്ക് HCl എടുക്കാൻ തരും. HCl അറ്റോമികത എന്ന് പറഞ്ഞാൽ, അറ്റോമിസിറ്റി എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ 1 ക്ലോറിൻ 1 ടോട്ടൽ 2 അല്ലെ? ഇപ്പൊ HNO3 അറ്റോമിസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാ? ഹൈഡ്രജൻ 1 നൈട്രജൻ 1 ഓക്സിജൻ 3 ടോട്ടൽ 5. കണ്ടോ? അതിൻ്റെ അകത്തുള്ള ആറ്റങ്ങളെ പെറുക്കി എണ്ണുന്ന പരിപാടിക്കാണ് നമ്മൾ അറ്റോമിസിറ്റി അല്ലെങ്കിൽ അറ്റോമികത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനങ്ങോട്ട് ഗുണിക്കാം അല്ലെ? ഇത് മോളിക്യൂൾസ് തന്മാത്രകളുടെ എണ്ണം, ഇത് ആറ്റങ്ങളുടെ എണ്ണം. സോ 5 into 3 എന്ന് പറയുമ്പോൾ 15 into 6.022 into 10⁻23. ഫൈനൽ ആൻസർ ചെയ്താം. ഇനി ഇത് മാത്രമാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോ മോളിക്യൂൾസ് അഥവാ തന്മാത്രയിൽ നിന്ന് ആറ്റം കാണണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ നേരെ അതേ നമ്പർ ഇങ്ങോട്ട് താഴോട്ട് ചെയ്താൽ എന്നിട്ട് അറ്റോമിസിറ്റി കൊണ്ട് അങ്ങോട്ട് ഗുണിച്ചാൽ മതി. അത് മാത്രമേ നമ്മൾ ആലോചിക്കേണ്ടതുള്ളൂ. അറ്റോമിസിറ്റി അല്ലെങ്കിൽ അറ്റോമികത കൊണ്ട് ഗുണിക്കുക കേട്ടോ. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ ആയി. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ ഇതിന്റെ ട്രിക്കുകളും കാര്യങ്ങളും ഒക്കെ നമ്മളെ യൂട്യൂബ് ലൈവുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരൊറ്റ യൂട്യൂബ് ലൈവ് പോലും മക്കൾ എന്ത് ചെയ്യരുത്, വിട്ടുപോരുത്. പലരും പറയും എന്താണ്, കെമിസ്ട്രി ടഫാണ് സാറേ, ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് ടഫാണ് സാറേ എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ അവരോട് നിങ്ങൾ അഭിമാനത്തോടെ പറയേണ്ടതാ, ഞാൻ പഠിക്കുന്നത് എഡ്യൂ പോർട്ടലാണ്, അവിടെ കെമിസ്ട്രിക്ക് ഞങ്ങളുടെ റിജിസാറുണ്ട്. ഏത് ടഫായിട്ടുള്ള കാര്യത്തിനെയും നമ്മൾ സിമ്പിളാക്കി കൈതരും. അപ്പൊ ഗ്യാസ് ലോസിന്റെ ഒക്കെ അടിപൊളി ട്രിക്കുകൾ മക്കളെ ഞാൻ പറയുന്ന നമ്മളെ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാൽ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് എന്ന് മാത്രമല്ല കെമിസ്ട്രി നിങ്ങൾ എഴുതാൻ പോയി കഴിഞ്ഞാൽ മറ്റുള്ളവർ പറയുന്നത് എന്താണോ എന്ന് നിങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. നിങ്ങൾ ചെയ്തത് എന്താണെന്ന് നിങ്ങൾ അറിയും. കാരണം
കാരണം ഏറ്റവും നല്ല മാർക്കും വാങ്ങിയിട്ട് നിങ്ങൾക്ക് കെമിസ്ട്രിക്ക് പോരാൻ പറ്റും. അതിന് പറ്റിയ ട്രിക്കുകളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഒരൊറ്റ ലൈവ് ക്ലാസ്സുകളും എന്ത് ചെയ്യരുത്, നിങ്ങൾ മിസ് ചെയ്യരുത്. അതിനകത്തായിരിക്കും നമ്മൾ പല കാര്യങ്ങളും പല ഡിസ്കസ് ചെയ്യുന്ന പല ട്രിക്കുകളുമായി. അപ്പോൾ മക്കൾ ചെയ്യേണ്ടതാണ്, ഒരൊറ്റ ലൈവ് ക്ലാസ് പോലും നിങ്ങൾ എന്ത് ചെയ്യുന്നത്, മിസ് ചെയ്യരുത്. അതിനകത്ത് പല ട്രിക്കുകളും പല കുതന്ത്രങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്ത് ഒളിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും മനോഹരമായിട്ട് ആസ്വദിച്ച് ചെയ്യാൻ കഴിയുന്ന തരത്തിലായിരിക്കും നമ്മൾ ഇതിനൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ടഫായിട്ടുള്ള ചാപ്റ്റർ എന്നുള്ളൊരു വർത്താനമേ ഇല്ല. ഏറ്റവും സിമ്പിളായിട്ടുള്ള സബ്ജക്റ്റ് മാത്രമാണ് കെമിസ്ട്രി എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.